മുസ്ലിം ലീഗിൽ നിന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടാകും. അവിടെ നിന്ന് ഷാജി മന്ത്രിയാകാം. പിന്നെ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് മണ്ണാർക്കാട് നിന്ന് ഷംസുദ്ദീൻ മിനിസ്റ്റർ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ മുസ്ലിം ലീഗിന്റെ MLA-മാര് 4-ൽ നിന്ന് 5 അയക്കാം. ടോട്ടൽ മന്ത്രിസ്ഥാനം 4ആണ്. പി കെ ബഷീറിന്റെ കാര്യം അദ്ദേഹം സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് വേറെ പോസ്റ്റുകൾ ഉണ്ടല്ലോ. ആ പോസ്റ്റുകളിലേക്കൊക്കെ ചിലപ്പോ വന്നേക്കാം. മന്ത്രി ആകുമോ എന്ന് ഞാൻ പേഴ്സണലായിട്ട് സംശയിക്കുന്നു. അദ്ദേഹം നിർബന്ധിച്ചാൽ കിട്ടുമായിരിക്കാം. അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു പ്രകൃതമല്ലല്ലോ സിദി ഹാജിയുടെ മകന്. അതുകൊണ്ട് അദ്ദേഹം വേറെ പോസ്റ്റ്, ചീഫ് വിപ്പ് പോലെയുള്ള പോസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റുകൾ ഉണ്ടല്ലോ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോ അങ്ങനെയൊക്കെ വന്നേക്കാം. ഇപ്പൊ അദ്ദേഹം മന്ത്രി ആവില്ലെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ CMP-യിൽ നിന്ന് ശ്രീ ജോൺ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സഹകരണമോ അല്ലെങ്കിൽ CP ജോൺ അല്ലെ, CP ജോൺ, അദ്ദേഹത്തിന് സഹകരണമോ അല്ലെങ്കിൽ ഗ്രാമവികസനമോ കിട്ടാൻ സാധ്യതയുണ്ട്. ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് മോഹൻസി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പു ജോൺ ജോസഫിന് സ്ത്രീകളിൽ നിന്ന് അല്ല, PJ ജോസഫിന്റെ മകൻ, കോൺഗ്രസിൽ നിന്ന് P ജോസഫിന്റെ മകന് സാധ്യത ഉണ്ട്. ഫസ്റ്റ് ചാൻസ് ആണല്ലോ പുള്ളിയുടെ, അത് സാധ്യത ഉണ്ട്. ഒപ്പം 1-2 മറ്റ് സാമുദായിക സന്തുലനാവസ്ഥയും കൂടിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് ഈ പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത വിശദമായ ചർച്ചകളിൽ കുറെ ഏറെ കമ്മ്യൂണൽ ബാലൻസ് ആവശ്യം വരും. അപ്പോൾ കുറേയേറെ വ്യത്യാസം വരും. ഏതായാലും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒരുമിച്ച് മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്.